أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. മറ്റന്നാൾ മാർച്ച് 23-ാം തീയതിയാകുന്നു. അഹമ്മദിയ ജമാഅത്തിന് ചരിത്രത്തിൽ മാർച്ച് 23-ാം തീയതിക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം 1889 മാർച്ച് 23-നാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ബയ്യത്ത് ആരംഭിച്ചുകൊണ്ട് ജമാഅത്തിന് അടിത്തറ പാകിയത്. ആ മഹാത്മാവിൻ്റെ ആഗമനം തികച്ചും അള്ളാഹുവിൻ്റെ വാഗ്ദാനമനുസരിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലും ആയിരുന്നു. ആ സമയത്ത് ഇസ്ലാമിക നൗക വളരെയേറെ ആടി ഉലയുകയായിരുന്നു. അതായത് ഇന്നും മതപരമായി മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. മറിച്ച് രാഷ്ട്രീയമായും ഭൗതികമായും ഒരുപാട് മോശമായ സാഹചര്യത്തിലാണ്. എന്നിട്ടും ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ സാമ്പത്തികമായി വളരെയേറെ മുന്നിലാണ്. അവർക്ക് പെട്രോ ഡോളറുണ്ട്. എന്നാൽ അവരുടെ പ്രാധാന്യവും അവരുടെ അന്തസ്സും പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതായിരുന്നാലും അക്കാലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ബയ്യത്ത് വാങ്ങി. ആ കാലഘട്ടത്തിലുള്ള ഇസ്ലാമിൻ്റെ അവസ്ഥയിൽ ആ മഹാത്മാവിൻ്റെ ഹൃദയം രക്തത്തിൻ്റെ അശ്രു പൊഴിക്കുകയായിരുന്നു. വളരെയേറെ വേദന ആ മഹാത്മാവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമിനു മേൽ വളരെ ശക്തമായ ആക്രമണമാണ് അന്യമതങ്ങളുടെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. മുസ്ലിം പണ്ഡിതന്മാരും ആ സമയത്ത് ചുരുണ്ടുകൂടി ഇരിക്കുകയായിരുന്നു. മാത്രമല്ല, അന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തീയതയുടെ മടിത്തട്ടിലേക്ക് വീണുകൊണ്ടിരിക്കുകയുമായിരുന്നു. അന്ന് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമേൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹി ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് നിന്നുകൊണ്ട് ഇസ്ലാമിനെ പ്രതിരോധിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ യോദ്ധാവ് എന്ന തൻ്റെ കടമ നിർവഹിച്ചത്. ആ മഹാത്മാവ് അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ മതങ്ങളെയും, ആര്യ ബ്രഹ്മ സമാജികളെയും, ക്രിസ്തീയരെയും മറ്റ് മതസ്ഥരെയും നിർമ്മതവാദികളെയും, അതായത് അന്ന് ഇസ്ലാമിനും ഇസ്ലാമിക സ്ഥാപകർക്കും മേൽ പ്രബന്ധങ്ങളും പ്രസംഗങ്ങളും മുഖേന ഭയാനകമായ ആക്രമണം നടത്തിയിരുന്നവർക്കെതിരെ ബയ്യത്ത് സ്വീകരിക്കുന്നതിന് മുമ്പേ മറുപടി കൊടുത്തുകൊണ്ട് ഈ വേദന കാരണം ആ മഹാത്മാവ് വളരെ സുപ്രസിദ്ധമായ ഒരു ഗ്രന്ഥരചന തന്നെ നടത്തുകയുണ്ടായി. അത് ഒരു ഗ്രന്ഥ പരമ്പരയായിരുന്നു. ബറാഹീന അഹമ്മദിയ എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. അത് വളരെയേറെ പ്രസിദ്ധവുമാണ്. തുടക്കത്തിൽ 4 വാള്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 4 വാല്യങ്ങളിൽ ആ മഹാത്മാവ് ഇസ്ലാമിക ശത്രുക്കൾക്ക് നഖശിഖാന്തം മറുപടി നൽകുകയുണ്ടായി. ആ മഹാത്മാവ് എഴുതിയ ഈ ഗ്രന്ഥ പരമ്പരയുടെ ആദ്യ ഭാഗം 1880-ലും തുടർഭാഗങ്ങൾ 1882-ലും അതിനുശേഷം 1884-ലുമാണ് എഴുതിയത്. ആ മഹാത്മാവ് അതിൽ വിശുദ്ധ ഖുർആൻ ദൈവിക വചനവും അനുപമമായ ഗ്രന്ഥമാണെന്നതിലേക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസാക്ഷ്യത്തിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകനാണെന്നും അനിഷേധ്യമായ തെളിവുകൾ സഹിതം വിവരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ മഹാത്മാവ് പറഞ്ഞു, ഞാൻ നൽകുന്ന തെളിവുകൾക്ക് ആരെങ്കിലും മറുപടി നൽകുകയാണെങ്കിൽ അവരെ മറുപടി നൽകാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. മാത്രമല്ല ആ മഹാത്മാവ് പറഞ്ഞു, ഇതിൻ്റെ 1/3 ഭാഗത്തിന്, 4/1 ഭാഗത്തിന്, അതുമല്ലെങ്കിൽ 5/1 ഭാഗത്തിന് തെളിവ് സഹിതം മറുപടി നൽകുകയാണെങ്കിൽ ഞാൻ അവർക്ക് 10,000 രൂപ സമ്മാനം നൽകുന്നതാണ്.
ആ കാലത്ത് അത് വലിയൊരു സംഖ്യയായിരുന്നു. ഏതായിരുന്നാലും ആ മഹാത്മാവ് വിളംബരം നടത്തുകയും അങ്ങനെ ആ ഗ്രന്ഥങ്ങൾ ആ സമയത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് ഇസ്ലാം ഒരു ശക്തമായ മതമാണെന്നും അവസാന മതമാണെന്നും തങ്ങൾക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും ജനങ്ങളെ ഭയപ്പെടേണ്ടതില്ലെന്നുമുള്ള ഒരു ആത്മവിശ്വാസം മുസ്ലിങ്ങൾക്കുള്ളിൽ ഉണ്ടായി. ആ സമയത്ത് അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ആ മഹാത്മാവിനെ വളരെയേറെ ശ്ലാഘിക്കുകയും ചെയ്തിരുന്നു. ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ ഈ ഇസ്ലാമിക സേവനം കാരണത്താൽ ചില ആളുകൾ ആ മഹാത്മാവിനോട് ബയ്യത്ത് സ്വീകരിക്കാനും ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് കൽപ്പന ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് അദ്ദേഹം ബയ്യത്തുകൾ വാങ്ങിയില്ല. പിന്നീട് കൽപ്പന ലഭിച്ചപ്പോൾ ആ മഹാത്മാവ് ബയ്യത്ത് സ്വീകരിച്ചു തുടങ്ങി. അങ്ങനെ ആത്മാർത്ഥരായ ആളുകളുടെ ഒരു ജമാഅത്തിന് ആരംഭം കുറിച്ചു. തുടർന്ന് അള്ളാഹു ആ മഹാത്മാവിനോട് നീ വാഗ്ദത്ത മസീഹും മഹ്ദിയുമാണെന്ന് വിളംബരപ്പെടുത്തുക എന്ന് കൽപ്പിക്കുകയുണ്ടായി. ഏതായിരുന്നാലും അതിനു മുമ്പ് ബയ്യത്തിനു മുമ്പ് ആ മഹാത്മാവ് 1888 ഡിസംബർ മാസത്തിൽ തബ്ലീഗ് എന്ന പേരിൽ ഒരു വിളംബരം പ്രസിദ്ധീകരിച്ചു. അതിൽ അദ്ദേഹം പറയുന്നു, മനുഷ്യജാതിക്ക് പൊതുവായും മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായും ഒരു സന്ദേശം എനിക്ക് നൽകുവാനുണ്ട്. സത്യത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ബയ്യത്ത് വാങ്ങുവാനായി അള്ളാഹുവിൽ നിന്ന് എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. യഥാർത്ഥമായ സത്യവിശ്വാസവും സ്വാത്വികതയും എന്താണെന്ന് അത് മുഖേന അവർ അറിയുവാൻ തന്നെ ദൈവികമായ സ്നേഹ നിർസരിയുടെ പ്രഭവ സ്ഥാനത്തേക്ക് നയിക്കുന്ന നേരായ പാത കണ്ടെത്തുന്നതിന് അവർ മലീമസ ജീവിതത്തിൽ നിന്നും ആലസ്യത്തിൽ നിന്നും വഞ്ചനകളിൽ നിന്നും മുക്തരായിരിക്കേണ്ടതാണ്. ഇതിന് തയ്യാറായിട്ടുള്ളവർ എൻ്റെ സമീപത്തേക്ക് വരട്ടെ. ഞാൻ അവരുമായി മിത്രത്വം സ്ഥാപിക്കാം. അവരുടെ ഭാരങ്ങളെ ലഘൂകരിക്കാൻ ഞാൻ ശ്രമിക്കാം. അവർ ദൈവിക കൽപ്പനകൾ പൂർണ്ണമായും അനുവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധയും എൻ്റെ പ്രാർത്ഥനയും മുഖേന അവർ അനുഗ്രഹീതരായിത്തീരും. എനിക്ക് ലഭിച്ച ആ ദൈവിക കൽപ്പന ഞാനിതാ എല്ലാവരെയും അറിയിക്കുന്നു. ഇതാ അസം തഫത്തവക്കൽ അലല്ലാ വസ്നിയിൽ ഫുൽക്ക ബി ഐനിന വഹീന അല്ലദീന യുബായിയൂന കൈന്നമാ യുബായിയൂൻ അല്ലാഹ യദുല്ലാഹ ഫൗക ഐദീഹിം. നീ മനോനിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ കൽപ്പന പ്രകാരവും ഒരു നൗക പണിയുക. നിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ കയ്യിൽ എത്രേ ബയ്യത്ത് ചെയ്യുന്നത്. അവരുടെ കൈകൾക്ക് മീതെ അള്ളാഹുവിൻ്റെ കൈയത്രേ ഉള്ളത്. പിന്നെ അള്ളാഹു ഭൗമികവും ആകാശീയവുമായ ദൃഷ്ടാന്തങ്ങളും കാണിച്ചു. അതിൽ ആകാശീയമായൊരു ദൃഷ്ടാന്തമായിരുന്നു സൂര്യചന്ദ്രഗ്രഹണങ്ങൾ. അതിനെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അതായത് എൻ്റെ മഹ്ദി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക അടയാളം റമദാൻ മാസത്തിൽ നിശ്ചിത തീയതികൾ ഗ്രഹണങ്ങൾ ഉണ്ടാകുമെന്നതാണ്. അത് 1884 പൗരസ്ത്യ ലോകത്തും 1895 പാശ്ചാത്യ ലോകത്തും വെളിപ്പെടുമാറായി. ഒരുപാട് ശുദ്ധ മനസ്സുള്ള ആളുകൾ ഈ അടയാളം കണ്ടുകൊണ്ട് ആ മഹാത്മാവിനെ സ്വീകരിച്ചു. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇപ്രാവശ്യത്തെ റമദാനിലും ചന്ദ്രഗ്രഹണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. സൂര്യഗ്രഹണം നടക്കാനുണ്ട്. ഇതേ ദിവസങ്ങളിൽ തന്നെയാണ് അത് സംഭവിക്കുന്നത്. മേലിലും അങ്ങനെ ഉണ്ടാകാം, ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ സൂര്യചന്ദ്രഗ്രഹണം അത് ആ മഹാത്മാവിൻ്റെ വാദത്തിന് ശേഷമാണ് ഉണ്ടായത്. അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആ മഹാത്മാവ് അള്ളാഹുവിൽ നിന്ന് വ്യതിരിക്തമായ അടയാളം തേടുകയായിരുന്നു. പിന്നെ അള്ളാഹു അടയാളം വെളിപ്പെടുത്തി. ചില അഹമ്മദികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനെ അടയാളം എന്ന രീതിയിൽ പറയുന്നു. ഇതിനെ അടയാളമായി മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അള്ളാഹുവിന് മാത്രമേ നന്നായി അറിയുകയുള്ളൂ. ഏതായിരുന്നാലും ഇത് അന്നത്തെ അതിൻ്റെ ഒരു തുടർച്ചയാണെന്ന് പറയാം. അതിനെ സംബന്ധിച്ചുള്ള വാദം 136 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു കഴിഞ്ഞതാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, ആ മഹാത്മാവിൻ്റെ കാലത്തുണ്ടായ ഗ്രഹണങ്ങൾ പാശ്ചാത്യ പൗരസ്ത്യ ദിക്കുകളിൽ വെളിപ്പെടുകയുണ്ടായി. ഈ വർഷമുണ്ടാകുന്ന ഗ്രഹണങ്ങൾ കൂടുതലായും പാശ്ചാത്യ ദിക്കിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഗ്രഹണത്തെ ഏതായിരുന്നാലും അന്നത്തെ ഗ്രഹണത്തിന് സമാനമായി കരുതാൻ സാധ്യമല്ല. ഇതുണ്ടാകുന്നതും ചെറിയൊരു ഭാഗത്ത് മാത്രമാണ്. അതായത് സൂര്യൻ്റെ 20-30 ഭാഗങ്ങൾ മാത്രമാണ് കവർ ചെയ്യപ്പെടുന്നത്. ഹദ്രത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ 75 മുതൽ 100% വരെയും
സൂര്യന് ഗ്രഹണം ബാധിച്ചിരുന്നു. ഗ്രഹണം ബാധിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഹദരത്ത് മസീമദ് അലി ഇസ്ലാം അത് കാണുകയുണ്ടായി. ആ മഹാത്മാവ് പറഞ്ഞു, നാം അത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എതിരാളികൾ അത് കണ്ടതിന് ശേഷവും അതിൽ നിന്ന് പ്രയോജനമെടുക്കുന്നതല്ല. പക്ഷേ പതിയെ പതിയെ അത് വർദ്ധിച്ചു തുടങ്ങുകയും സൂര്യനെ മുഴുവനായും ഗ്രഹണം ബാധിക്കുകയും ചെയ്തു. ഏതായിരുന്നാലും ഞാൻ ഈ കാര്യങ്ങൾ ആനുഷംഗികമായി പരാമർശിച്ചതാണ്. ആ മഹാത്മാവ് 1889 ജനുവരി 12 വീണ്ടും തക്മിയിലെ തബ്ലീഗ് എന്ന പേരിൽ ഒരു വിളംബരം പ്രസിദ്ധീകരിച്ചു. അതിൽ ബയ്യത്തിന്റെ 10 നിബന്ധനകളും പറഞ്ഞിരുന്നു. നമുക്കറിയാം, ഒരു അഹമ്മദിയാകുന്നതിന് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്, മനസ്സുകൊണ്ട് അത് സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ആ മഹാത്മാവ് അതിൽ പറയുന്നു, ബയ്യത്ത് ചെയ്യുന്ന ആൾ താൻ ശിർക്കിൽ നിന്നും ജീവിതാവസാനം വരെ വിട്ടുനിൽക്കുമെന്ന് ശപഥം ചെയ്യണം. ബയ്യത്ത് ചെയ്യുന്നവരോട് പറയുന്നു, നിങ്ങൾ ഇങ്ങനെയും വാഗ്ദാനം ചെയ്യണം. അതായത് കളവ്, വ്യഭിചാരം, ദുർനോട്ടം, ധിക്കാരം, അക്രമം, വഞ്ചന, കലാപം, രാജ്യദ്രോഹം തുടങ്ങിയ മാർഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ്. മാനുഷികമായ ആവേശമുണ്ടാകുന്ന സമയത്ത് എത്ര തന്നെ ആവേശമുണ്ടായാലും അതിന് അടിപ്പെടാതിരിക്കേണ്ടതാണ്. പിന്നെ മഹാത്മാവ് പറഞ്ഞു, നമസ്കാരങ്ങളിലേക്ക് പ്രത്യേക ശ്രദ്ധ വേണം. അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും കൽപ്പനകൾ അനുസരിച്ച് കഴിയുന്നത്രയും അത് നല്ലപോലെ നിർവഹിക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. തഹജ്ജുദ് അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. പാപങ്ങളിൽ നിന്ന് പൊറുക്കലിനെ തേടേണ്ടതാണ്. ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. മനുഷ്യകുലത്തിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ആവേശവും കാണിക്കുന്നതല്ല. അനാവശ്യമായി അവരെ നാവുകൊണ്ടോ കൈകൊണ്ടോ പ്രയാസത്തിലാക്കുന്നതല്ല. എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനോട് കൂറ് കാണിക്കുന്നതാണ്. എല്ലാ സാഹചര്യത്തിലും അള്ളാഹുവിനോട് കൂറുള്ളവർ ആയിരിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആന്റെ ആധിപത്യത്തെ തനിക്കുമേൽ സ്വീകരിക്കുന്നതാണ്. അതായത് വിശുദ്ധ ഖുർആന്റെ എല്ലാ കൽപ്പനകളും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതാണ്. അവ അന്വേഷിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ്. അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ മാർഗരേഖയായിരിക്കും. വിനയവും താഴ്മയും കൈക്കൊള്ളുന്നതാണ്. സഹിഷ്ണുത സ്വീകരിക്കുന്നതാണ്. അഹങ്കാരത്തിൽ നിന്നും ദുർഭാവനയിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. ദീനിൻ്റെ അന്തസ്സും സഹാനുഭൂതിയും തൻ്റെ സമ്പത്തിനേക്കാളും അധികമായി പ്രിയപ്പെട്ടതായി ഗണിക്കുന്നതാണ്. തൻ്റെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് മനുഷ്യകുലത്തിന് എപ്പോഴും പ്രയോജനങ്ങൾ നൽകാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ മരണം വരെയും അതിൽ ഉറച്ചു നിൽക്കുമെന്നും ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിനോട് ബയ്യത്തിൽ ശപഥം ചെയ്യേണ്ടതാണ്. കൂടാതെ മഹാത്മാവിൻ്റെ എല്ലാ നല്ല കൽപ്പനകളെയും അനുസരിക്കുന്നതാണ്. അതായത് അദ്ദേഹം നൽകുന്ന എല്ലാ നല്ല കൽപ്പനകളും, അതായത് ശരീഅത്തനുസരിച്ച് അദ്ദേഹം നൽകുന്ന എല്ലാ കൽപ്പനകളും എപ്പോഴും പാലിക്കുന്നതുമാണ്. ശരീഅത്തിന് അനുകൂലമല്ലാത്തൊരു കൽപ്പനയും അദ്ദേഹം നൽകുന്നതല്ല. കാരണം ആ മഹാത്മാവ് വന്നത് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പിന്നെ ഹദരത്ത് മസീമദ് അലി ഇസ്ലാമുമായി ഭൗതിക ബന്ധങ്ങളിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കുന്നതാണ്. ചുരുക്കത്തിൽ ഇതാണ് ബയ്യത്ത് നിബന്ധനകളുടെ രത്ന ചുരുക്കം. അതാണ് ഞാൻ വിവരിച്ചത്. അതനുസരിച്ച് നിരവധി ആത്മാർത്ഥരായ ആളുകൾ ബയ്യത്ത് ചെയ്തു. ഇന്നും ഈ നിബന്ധനകൾ പ്രകാരമാണ് ബയ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വിവരിച്ച ഈ കാര്യങ്ങളനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ കാരണം കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്തിൽ ആത്മാർത്ഥരായ ആളുകളുടെ വലിയൊരു വിഭാഗം അംഗസംഖ്യയുണ്ട്. അത് ഈ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. പിന്നെ ജീവനും സമ്പത്തും സമയവും അന്തസ്സും ത്യാഗം ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കുന്നവരുമാണ്. ദീനിൻ്റെ അന്തസ്സ് സ്ഥാപിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിൻ്റെ സന്ദേശം കഴിവതും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. ഹദരത്ത് മസീമദ് അലി ഇസ്ലാം നമ്മളോട് പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ പ്രചാരണം നടത്താൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുരാഗം അതിൻ്റെ പാരമ്യത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഹദരത്ത് മസീമദ് അലി ഇസ്ലാമിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അനുരാഗത്തിൻ്റെ ഒരു നഖചിത്രം അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ധരണിയിൽ നമുക്ക് കാണാം. ആ മഹാത്മാവ് പറയുന്നു, ഞാൻ എപ്പോഴും അത്ഭുത ദൃഷ്ടികളോടെയാണ് നോക്കിക്കാണുന്നത്. മുഹമ്മദ് എന്നു പേരുള്ള ഈ അറബി പ്രവാചകൻ 1000 സ്തോത്രങ്ങൾ അദ്ദേഹത്തിന് മേൽ വർഷിക്കുമാറാകട്ടെ. എത്രമേൽ ഉത്കൃഷ്ട പദവിയാർന്ന നബിയാണ്. അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിൻ്റെ അറ്റം കണ്ടെത്തുവാൻ ആർക്കും സാധ്യമല്ല തന്നെ. അവിടുത്തെ ദിവ്യശക്തി പ്രഭാവം കണക്കാക്കുക മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടതല്ല.
അഹോകഷ്ടം ആ മഹാത്മാവിൻ്റെ യഥാർത്ഥ പദവി അതർഹിക്കും വിധം അംഗീകരിക്കപ്പെടുന്നില്ല. ലോകത്ത് നിന്ന് തികച്ചും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്ന തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം വീണ്ടും ഈ ലോകത്ത് തിരിച്ചു കൊണ്ടുവന്ന വീരാത്മാവ് അദ്ദേഹമത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം പുലർത്തി. മനുഷ്യകുലത്തോടുള്ള സഹാനുഭൂതിയിൽ അദ്ദേഹം ആത്മാർപ്പണം ചെയ്തു. അദ്ദേഹത്തിന്റെ ഹൃദയരഹസ്യം അറിഞ്ഞിരുന്ന അള്ളാഹു മുമ്പുള്ളവരും പിമ്പുള്ളവരുമായ സകല പ്രവാചകന്മാരെക്കാളും ആ മഹാത്മാവിന് ശ്രേഷ്ഠത നൽകുകയും അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാ നന്മകളുടെയും ഉറവിടം അവിടുന്ന് മാത്രമാണ്. അവിടുത്തെ ഔദാര്യവും അനുഗ്രഹവുമില്ലാതെ തനിക്ക് ആത്മീയാനുഗ്രഹം ലഭിച്ചുവെന്ന് ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ അയാൾ മനുഷ്യനല്ല, പിശാചിന്റെ സന്തതിയാണ്. കാരണം എല്ലാ നന്മകളുടെയും കുഞ്ചിക അദ്ദേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ആ മഹാത്മാവ് ഒരുപാട് സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഒരിടത്ത് ആ മഹാത്മാവ് പറയുന്നു, തൻ്റെ വ്യക്തിത്വവും ഗുണവിശേഷങ്ങളും കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ആത്മീയവും പരിശുദ്ധവുമായ പ്രഭാവത്തിൻ്റെ ശക്തമായ നീരൊഴുക്കു മുഖേനയും വൈജ്ഞാനികമായും കർമ്മപരമായും സത്യസന്ധമായും രാജകീയമായും സമ്പൂർണതയുടെ മാതൃക കാണിച്ച ആ മനുഷ്യൻ, അദ്ദേഹം സമ്പൂർണനായ മനുഷ്യൻ എന്ന് വിളിക്കപ്പെട്ടു. ആ മഹാത്മാവ് ഏറ്റവും അധികം സമ്പൂർണനും പരിപക്വമായ മനുഷ്യനും പരിപൂർണ പ്രവാചകനുമായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങളുമായിട്ടാണ് ആഗതനായത്. അത് മുഖേന ആത്മീയമായ ഉയർത്തെഴുന്നേൽപ്പും കാഹളം മുഴക്കലുമുണ്ടായി. അങ്ങനെ ലോകത്ത് ആദ്യത്തെ കിയാമത്ത് വെളിപ്പെട്ടു. പൂർണ്ണമായും മൃതമായി കിടന്നൊരു ലോകം ആ മഹാത്മാവിൻ്റെ ആഗമനത്താൽ ജീവസ്സുറ്റതായി. ആ അനുഗ്രഹീത പ്രവാചകൻ ഹദ്രത്ത് ഖാത്തമുൽ അംബിയ, ഇമാമുൽ അസ്ഫിയ, ഖാത്തമുൽ മുർസലീൻ, ഫഖറുൻ നബീൻ ജനാബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നു. എൻ്റെ നാഥ, നീ ആരംഭകാലം മുതൽ ആർക്കും തന്നെ നൽകിയിട്ടില്ലാത്തത്ര അനുഗ്രഹവും സമാധാനവും ഈ പ്രിയ പ്രവാചകനുമേൽ വർഷിച്ചുകൊണ്ടിരിക്കണമേ. ചുരുക്കത്തിൽ ഈ കാര്യങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുരക്തിയും കാരണമായിരുന്നു അള്ളാഹു പിന്നീട് ഇസ്ലാമിൻ്റെ പുനരുജ്ജീവനത്തിനു വേണ്ടി ഇനി താങ്കളാണ് ഈ കർത്തവ്യം നിർവഹിക്കേണ്ടത് എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അള്ളാഹു ആ മഹാത്മാവിനോട് പറഞ്ഞു, ഇനി ഈ സ്നേഹവും അനുരക്തിയും കാരണത്താൽ ഞാൻ നിന്നെ മസീഹ് മൗദിൻ്റെയും മഹ്ദിയുടെയും സ്ഥാനത്ത് അവരോധിക്കുന്നു. അത് സംബന്ധിച്ച് വിളംബരപ്പെടുത്തുക. അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പുനരുജ്ജീവിപ്പിക്കുമെന്ന വാഗ്ദാനമുണ്ടായിരുന്നു. അള്ളാഹു പറഞ്ഞു, ഞാനത് പൂർത്തിയാക്കുന്നതാണ്. പ്രസ്തുത ജോലി നിന്നെ ഏൽപ്പിക്കുന്നു. ഈ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം നിയോഗിതനായത്. പിന്നെ ആ മഹാത്മാവ് അത് യഥാവിധി നല്ലപോലെ നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹം ജമാഅത്തിന് ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഞാനുമായി ബയ്യത്ത് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഓർക്കുക, അള്ളാഹു പറയുന്നു, മസീഹ് മൗഊദിൻ്റെ കൂടെ സഹാബാക്കളെപ്പോലെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഇത് അള്ളാഹുവിൻ്റെ വാക്കുകളായിരിക്കെ എൻ്റെ ബയ്യത്തിൽ വന്നിട്ടുള്ളവർ ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം പ്രകാശിതമാക്കുമെന്നും ഇസ്ലാമിൻ്റെ നാമം പ്രകാശിതമാക്കുമെന്നും ഇസ്ലാമിൻ്റെ പ്രചാരണം ലോകത്തിൻ്റെ കോണുകളോളം എത്തിക്കുമെന്നും ശപഥം ചെയ്തവരാണ്. അതുകൊണ്ട് ആ സഹാബാക്കളുടെ വർണ്ണവും സ്വീകരിക്കേണ്ടതായി വരും. ആ മഹാത്മാവ് ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, നമ്മുടെ സമ്പൂർണനായ മാർഗദർശിയുടെ സഹാബാക്കൾ തങ്ങളുടെ അള്ളാഹുവിനും റസൂലിനും വേണ്ടി എന്തെന്തെല്ലാം ജീവത്യാഗങ്ങളാണ് ചെയ്തത്. രാജ്യഭ്രഷ്ടരാക്കപ്പെട്ടു, ആക്രമണങ്ങൾ സഹിച്ചു, പലതരത്തിലുള്ള പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നു, ജീവൻ നൽകുകയുണ്ടായി. പക്ഷേ സത്യസന്ധതയുടെയും കൂറിൻ്റെയും രംഗത്ത് അവർ അടിയുറച്ചു നിൽക്കുക തന്നെ ചെയ്തു. അവരെന്തുകൊണ്ടാണ് ജീവത്യാഗം ചെയ്യുന്നവരായി മാറിയത്? അത് സത്യസന്ധമായ ദൈവിക സ്നേഹത്തിൻ്റെ ആവേശമായിരുന്നു. അതിൻ്റെ കിരണങ്ങൾ അവരുടെ ഹൃദയത്തിൽ പതിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റേത് നബിയുമായി താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിലും ഹൃദയപരിശുദ്ധി കൈവരിക്കാനുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ തൻ്റെ അനുയായികൾക്കുള്ളിൽ ഈ ലോകത്തോട് ഒരു വിരക്തി ഉണ്ടാക്കി. സത്യത്തിനു വേണ്ടി ധൈര്യസമേതം രക്തമൊഴുക്കിയ മാതൃക മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. അവർ കാണിച്ച ഈ കൂറിൻ്റെ ആവേശത്തിന് തത്തുല്യമായ ഉദാഹരണങ്ങൾ നമുക്ക് മറ്റെവിടെയും കണ്ടെത്താനും സാധ്യമല്ല. ആ മഹാത്മാവ് പറയുന്നു, ഇതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ സ്ഥാനം.
അവർക്കിടയിൽ പരസ്പരമുണ്ടായിരുന്ന സ്നേഹത്തെയും സഹവർത്തിത്വത്തെയും വിശുദ്ധ ഖുർആൻ 2 വാചകങ്ങളിലൂടെ വിവരിക്കുന്നുണ്ട്. അല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫക്ത മാ ഫിൽ അർളി ജമിയ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും. അതായത്, അവൻ അവരുടെ ഹൃദയങ്ങളെ പരസ്പരം ബന്ധിച്ചിരിക്കുന്നു. നീ ഭൂമിയിലുള്ളത് മുഴുവനും ചെലവഴിച്ചിരുന്നെങ്കിൽ പോലും അവരുടെ ഹൃദയങ്ങളെ പരസ്പരം കൂട്ടിയിണക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കിയിരിക്കുന്നു. ചുരുക്കത്തിൽ, അള്ളാഹു ഉണ്ടാക്കിയ സ്നേഹവും സാഹോദര്യവും നിമിത്തം അവരിൽ ആത്മാർത്ഥതയും കൂറുമുണ്ടായിരുന്നു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഇസ്ലാമിനും വേണ്ടി തങ്ങളുടെ ജീവൻ ത്യാഗം ചെയ്യാൻ തയ്യാറായിരുന്നു. ആ മഹാത്മാവ് പറയുന്നു, ഇനി വാഗ്ദത്ത മസീഹിന്റെ മറ്റൊരു ജമാഅത്തുണ്ടാകും. അവർ സഹാബാക്കളുടെ വർണ്ണം സൃഷ്ടിക്കേണ്ടവരാണ്. ചുരുക്കത്തിൽ, ഈ മാതൃക ആ മഹാത്മാവ് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നു. ഈ മാതൃകയിലൂടെ നീങ്ങിക്കൊണ്ടാണ് മസീഹ് മൗഊദിനെ ബയ്യത്ത് ചെയ്തതെങ്കിൽ മസീഹ് മൗഊദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഷൻ പൂർത്തിയാക്കാനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, ഈ ജമാഅത്ത് സഹാബാക്കളുടെ വർണ്ണം സ്വീകരിക്കേണ്ടവരാകുന്നു. സഹാബാക്കളുടെ പരിശുദ്ധ ജമാഅത്തിനെ സംബന്ധിച്ചുള്ള വർണ്ണനകളാൽ വിശുദ്ധ ഖുർആൻ നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങളും അങ്ങനെ തന്നെയാണോ? അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നു, നമ്മൾ അങ്ങനെ തന്നെയാണോ? പറയുന്നു, അള്ളാഹു പറയുകയാണ്, സഹാബാക്കളെപ്പോലെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ആളുകൾ മസീഹിന്റെ കൂടെ ഉണ്ടായിരിക്കും. സഹാബാക്കൾ തങ്ങളുടെ സമ്പത്തും നാടും ദൈവമാർഗത്തിൽ ത്യജിച്ചു. എല്ലാം തന്നെ അവർ ഉപേക്ഷിച്ചു. പറയുന്നു, ഹദ്രത്ത് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള കാര്യം നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. ഒരിക്കൽ ദൈവമാർഗത്തിൽ സമ്പത്ത് നൽകാൻ കൽപ്പനയുണ്ടായപ്പോൾ വീട്ടിലെ എല്ലാ സാധന സാമഗ്രികളും കൊണ്ടുവരികയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വീട്ടിൽ എന്താണ് ബാക്കിയാക്കി വന്നിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഞാൻ വീട്ടിലാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ചുരുക്കത്തിൽ, ഈ ആവേശമായിരുന്നു അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു മാതൃക ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നു. അദ്ദേഹം പറയുന്നു, ഓർക്കുക, ഇവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ടു. അവർ നേരെ ഷഹീദായില്ലെങ്കിലും, അതായത് രക്തം ചിന്തിയാലുമില്ലെങ്കിലും, അവർക്ക് വേണ്ടി അത് വിധിക്കപ്പെട്ടതായിരുന്നു. അവരുടെ ത്യാഗങ്ങൾ ഷഹാദത്തിൻ്റെ സ്ഥാനം നൽകുന്നവയായിരുന്നു. അതുകൊണ്ട് വാളുകൾക്ക് കീഴിലാണ് സ്വർഗമുള്ളത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ എപ്പോഴും വാളുകൾക്ക് കീഴിൽ കഴിയാൻ സന്നദ്ധരായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം കാഠിന്യങ്ങളില്ല. കാരണം നമ്മെ സംബന്ധിച്ച് യദഉൽ ഹർബ്, മഹ്ദിയുടെ കാലത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുന്നതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ത്യാഗം ചെയ്യാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുന്നു. അത് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അതിനുവേണ്ടി നമ്മുടെ ജീവനും സമ്പത്തും സമയവും ത്യജിക്കാൻ നമ്മൾ ചെയ്തിട്ടുള്ള ശപഥം പൂർത്തിയാക്കേണ്ടതാണ്. ബയ്യത്ത് ഉടമ്പടിയിൽ നമ്മൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമുമായി ഏറ്റവും അധികം സ്നേഹം പ്രകടിപ്പിക്കുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയാകുന്നു. അതുകൊണ്ട് തന്നെ അത് കർമ്മപരമായി വെളിപ്പെടുത്തേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ആ മഹാത്മാവ് മുഴുവൻ ജമാഅത്തിനും ഉപദേശം നൽകിക്കൊണ്ട് പറയുന്നു, ഞാനുമായി ബയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ യഥാവിധി അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി താൻ എന്താണ് കാംക്ഷിക്കുന്നത്? ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആൻ വായിക്കുക, കഥകൾ പോലെയല്ല. ബയ്യത്തിൻ്റെ കടമ യഥാവിധി നിർവഹിക്കപ്പെടണമെങ്കിൽ ആദ്യത്തെ നിബന്ധനയായി പറയുന്നു, വിശുദ്ധ ഖുർആനെ കഥകളെപ്പോലെ വായിക്കരുത്, അതിനെ മനസ്സിലാക്കി വായിക്കുക. കഴിഞ്ഞ ഖുത്ബയിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തെ കുറെ കൂടി വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, നോക്കുക, ജനങ്ങൾ എത്രമാത്രം മാധുര്യത്തോടെയും നല്ല ഉച്ചാരണത്തോടെയുമാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. പക്ഷേ അത് അവരുടെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല. വളരെ നല്ല തിലാവത്താണ്, പക്ഷേ അതിൽ നിന്ന് എന്താണോ മനസ്സിലാക്കേണ്ടത് അതവർ ഉൾക്കൊള്ളുന്നില്ല. പാരായണം ചെയ്യുന്നതെങ്കിൽ നല്ലത് തന്നെ, പക്ഷേ അതിൻ്റെ അർത്ഥങ്ങളോ സാരാംശങ്ങളോ അറിയുന്നില്ല. തൊണ്ടയിൽ നിന്ന് അത് തീർച്ചയായും നല്ല ശബ്ദം വരുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു, വിശുദ്ധ ഖുർആന്റെ മറ്റൊരു പേര് അനുസ്മരണമെന്നാണ്. അത് ആരംഭ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഗുപ്തമായിട്ടുള്ള വിസ്മരിക്കപ്പെട്ടുപോയ സത്യങ്ങളെയും സന്നിവേശിപ്പിക്കപ്പെട്ട കാര്യങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നതാകുന്നു. എല്ലാ കാലത്തെയും
സത്യസാക്ഷ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ളത്. ആ കാലത്തും ഈ കാലഘട്ടത്തിലും അത് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ സുദൃഢമായ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിലും വാനലോകത്തു നിന്ന് ഒരു അധ്യാപകൻ ആഗതനായിരിക്കുന്നു. ഇന്നാ ലഹു ലഹാഫിദൂൻ, അധ്യാപകൻ വന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു ഇന്നാ ലഹു ലഹാഫിദൂൻ എന്നത് ആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്നതിൻ്റെ സാക്ഷാത്കാരമായി വരുന്ന വാഗ്ദത്ത പുരുഷനാകുന്നു. ആ വ്യക്തി തന്നെയാണ് നിങ്ങൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ആ മഹാത്മാവ് പറയുന്നു, ഞാൻ വീണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ മഹാത്മാവ് ഈ കാലഘട്ടത്തെക്കുറിച്ച് തന്നെയാണ് ജനങ്ങൾ ഖുർആൻ വായിക്കുമെങ്കിലും അത് അവരുടെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നതല്ല എന്ന് പ്രവചിച്ചിട്ടുള്ളത്. പറയുന്നു, നമ്മുടെ എതിരാളികൾ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ വിലമതിക്കാത്തവർ മാത്രമല്ല, നമ്മുടെ എതിരാളികൾ അല്ല അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ വിലമതിക്കാത്തവർ നമ്മെ എതിർക്കുക മാത്രമല്ല, മറിച്ച് അവർ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്നവരാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കാത്തവരും കൂടിയാകുന്നു. അവർ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ വന്നുവെന്ന് വാദിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാത്തവരുമാകുന്നു. പറയുന്നു, ഖേദകരമെന്ന് പറയട്ടെ, ആരെങ്കിലും ഗുണകാംക്ഷിയായി മനസ്സിലാക്കി കൊടുക്കാൻ തുനിയുമ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ആരെങ്കിലും വാത്സല്യത്തോടു കൂടി അവരെ പരിഗണിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ഇനി അതിന് ശ്രമിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുകയെങ്കിലും ചെയ്തുകൂടെ? ഒരു കാര്യവുമില്ലാതെ വെറുതെ എതിർക്കരുത്. പറയുന്നു, പക്ഷേ എന്തുകൊണ്ട് കേൾക്കണം? അവർക്കത് കേൾക്കാൻ കഴിയുന്നില്ല എന്നതും അവരുടെ നിർബന്ധിതാവസ്ഥയാണ്. കേൾക്കാനുള്ള കാതുകൾ ആവശ്യമാണ്. കേൾക്കാൻ കഴിവുള്ള കാതുകൾ ഉണ്ടെങ്കിലല്ലേ കേൾക്കാൻ കഴിയുകയുള്ളൂ. ക്ഷമയോടെയും സദ്വിചാരത്തോടെയും വർത്തിക്കുവിൻ. അള്ളാഹു പറയുന്നു, ക്ഷമയോടെയും സദ്വിചാരത്തോടെയും വർത്തിക്കുക. പക്ഷെ അവർ അങ്ങനെ ചെയ്യാൻ തയ്യാറല്ല. ഇവർക്ക് എതിർക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. പറയുന്നു, അള്ളാഹു തൻ്റെ കാരുണ്യവുമായി ഭൂമിയിലേക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇസ്ലാം ഈ കാലഘട്ടത്തിൽ മറ്റു മതങ്ങളെപ്പോലെ മൃതമായി തീരുകയും കഥകളും പുരാണങ്ങളുമായി മനസ്സിലാക്കപ്പെടുകയും ചെയ്തേനെ. പറയുന്നു, മൃതമായ ഒരു മതവും ജീവൻ നൽകാൻ പ്രാപ്തമല്ല. എന്നാൽ ഇസ്ലാം ഈ കാലഘട്ടത്തിൽ ജീവൻ നൽകാൻ തയ്യാറാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ നടപടിക്രമം അള്ളാഹു സാധന സാമഗ്രികൾ കൂടാതെ തൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്നതാണ്. ആ സാധന സാമഗ്രികൾ കാണാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നത് വേറെ കാര്യം. അള്ളാഹു അതിന് മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. അത് കാണാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ശരി, അതിൽ സാമഗ്രികൾ ഉണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ ആകാശത്ത് നിന്നിറങ്ങുന്ന പ്രകാശങ്ങൾ ഭൂമിയിലെത്തി ഉപാധികളായി മാറുന്നു. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത രീതിയിൽ ഇറങ്ങുന്ന പ്രകാശം ഈ പ്രവർത്തനത്തെ പൂർത്തീകരിക്കാനുള്ള മാധ്യമമായി മാറുകയും ചെയ്യുന്നു. അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെ അന്ധകാരമയവും വഴികേടിലുമാണെന്ന് കണ്ടു. എല്ലാ സ്ഥലത്തും വഴികേടിൻ്റെയും അന്ധകാരത്തിൻ്റെയും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു. ആ സമയത്ത് അന്ധകാരത്തെ അകറ്റുന്നതിനും വഴികേടിനെ സന്മാർഗത്തിൽ ആക്കാനും സൗഭാഗ്യത്തിലേക്ക് മാറ്റുന്നതിനും ഒരു സിറാജെ മുനീർ അഥവാ കത്തിജ്വലിക്കുന്ന സൂര്യനെ ഫാറാൻ പർവ്വത നിലകളിൽ പ്രോജ്വലമാക്കുകയുണ്ടായി. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായി. പറയുന്നു, പ്രകാശപൂരിതമായ ആ വെളിച്ചം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പണ്ഡിതന്മാരുടെയും ജനങ്ങളുടെയും മുസ്ലിങ്ങളുടെയും കർമ്മങ്ങൾ അതിന് മങ്ങലേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് മങ്ങുകയല്ല ചെയ്തത്, മറിച്ച് കണ്ണിൽ നിന്നും മറഞ്ഞു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അള്ളാഹു ഈ പ്രകാശം ഇപ്പോഴും വെളിച്ചം പകരുന്നു എന്നും അത് എങ്ങനെയാണ് കാണേണ്ടതെന്നും വെളിപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ അയച്ചത്. നിങ്ങളത് എൻ്റെ കണ്ണിലൂടെ കാണുക. അള്ളാഹു എന്നെ അതിനുള്ള മാധ്യമമാക്കിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവനാകുന്നു. നിങ്ങൾ എന്നെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും വേണ്ടില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളവനാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എനിക്കതിൽ പരിപൂർണമായ വിശ്വാസമുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവരും അതിൽ വിശ്വസിക്കുന്നു. എന്നെ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസ്യത്വത്തിൽ ഈ കാലഘട്ടത്തിൽ നിയോഗിച്ചിരിക്കുന്നു. ആ മഹാത്മാവ് പറയുന്നു, ഇസ്ലാമിനോടുള്ള എതിർപ്പിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിൽ നിന്ന് ഒരു പ്രസ്ഥാനം ഉടലെടുക്കപ്പെടുന്നതാണ്. അത് വാഗ്ദത്ത മസീഹിൻ്റെ പ്രസ്ഥാനമായിരിക്കും.
അവയെ അഥവാ ഇസ്ലാം ശത്രുതയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിനു വേണ്ടിയും ഒരു ജമാഅത്ത് സ്ഥാപിതമാകുന്നതാണ്. അത് വാഗ്ദത്ത മസീഹിന്റെ ജമാഅത്തായിരിക്കും. അതുകൊണ്ട് ഹദീസുകളിൽ വാഗ്ദത്ത മസീഹിന്റെ പേര് കാസിറെ സലീബ് അഥവാ കുരിശിനെ ഉടയ്ക്കുന്നവൻ എന്ന് വെച്ചിരിക്കുന്നു. കാരണം ഓരോ മുജ്ജിദും കാലഘട്ടത്തിലെ ഫിത്നകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത് എന്ന കാര്യം സത്യമാകുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിനോർത്തെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കുവിൻ. കുരിശു മോക്ഷത്തെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി പേനിയും നാവും മുഖേന പ്രവർത്തിച്ചതുപോലെ കളവിനെ ആരാധിക്കുന്നതിനെ സഹായിക്കുന്നതിനുള്ള താല്പര്യം മുമ്പൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയില്ലേ? മറ്റൊരു കാലത്തും അത് ഉള്ളതായി തെളിയുന്നതല്ല. കുരിശു ഫിത്നക്കാരെ സഹായിക്കുന്നവരുടെ സാഹിത്യങ്ങൾ അതിൻ്റെ പാരമ്യതയിലെത്തിയിരിക്കുന്നു. എല്ലാ സ്ഥലത്തും ക്രിസ്തീയതയുടെ ശക്തിയാണ്. അക്കാലഘട്ടത്തിലും അത് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തീയതയുടെ പ്രചാരണം ലോകം മുഴുവനും പരക്കുകയായിരുന്നു. മുസ്ലിങ്ങളും ക്രിസ്തീയതയുടെ മടിത്തട്ടിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെയും ഇതുപോലെ ശക്തമായ രീതിയിൽ ക്രിസ്തീയതയുടെ പ്രചാരണം ഇല്ലായിരുന്നു. ഏതായിരുന്നാലും അതിനെ എതിർക്കുന്നതിന് വേണ്ടി അള്ളാഹു വാഗ്ദത്ത മസീഹിനെ അയക്കുകയുണ്ടായി. ആ മഹാത്മാവ് പറയുന്നു, യഥാർത്ഥ തൗഹീദിനു മേലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധിക്കും അന്തസ്സിനും സത്യസാക്ഷ്യത്തിനും മേലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ദൈവികമാണ് എന്നതിനു മേലും ആക്രമപരമായും ശക്തി ചെലുത്തിക്കൊണ്ടും ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആയതിനാൽ അള്ളാഹുവിൻ്റെ അഭിമാനം ഈ കാലഘട്ടത്തിൽ കാസിറെ സലീബ് അഥവാ കുരിശുടയ്ക്കുന്നയാളെ അയക്കാതിരിക്കുമോ? ആ കാലഘട്ടത്തിലുള്ള അവസ്ഥകൾ ദൈവികമായ വാഗ്ദാനമനുസരിച്ച് ഒരു കാസിറെ സലീബ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ക്രിസ്തീയതയുടെ അന്നത്തെ ശക്തി ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രതയ്ക്കും അന്തസ്സിനും സത്യസാക്ഷ്യത്തിനുമേൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നെല്ലാ സ്ഥലത്തും വ്യത്യസ്ത രീതിയിൽ ആളുകൾ അനാവശ്യമായ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തു. സഭ്യേതരമായും സംസാരിക്കുന്നു. അവർ നിർമ്മതവാദികളോ നിരീശ്വരവാദികളോ ആരുമായിക്കൊള്ളട്ടെ, ഇസ്ലാമിനെ എതിർക്കുന്നവർ ഏത് മതവുമായി ബന്ധപ്പെട്ടവരാണെങ്കിലും എല്ലാവരും അതിൽ മുൻപന്തിയിലാണ്. ഇന്നും വാഗ്ദത്ത മസീഹിന്റെ ജമാഅത്തിനുള്ള കർത്തവ്യം അവരുടെ തല ചതയ്ക്കുകയും തെളിവുകളുടെ മറുപടികൾ നൽകുകയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തസ്സും ആഭിജാത്യവും സത്യസാക്ഷ്യവും ലോകത്ത് വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കാനുള്ള തങ്ങളുടെ കർത്തവ്യം നല്ലപോലെ നിറവേറ്റാൻ ശ്രമിക്കുകയാണ്. ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹു തന്റെ വാഗ്ദാനമായ ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്നത് മറക്കുമോ? എന്നാൽ ഓർക്കുക, അള്ളാഹു വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ സത്യസന്ധനയാകുന്നു. അള്ളാഹു താൻ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയതെന്നും അതിനെ സംരക്ഷിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. അള്ളാഹു വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ സത്യസന്ധനാകുന്നു. അവൻ തന്റെ വാഗ്ദാനം അനുസരിച്ച് ലോകത്തൊരു താക്കീതുകാരൻ അയച്ചു. ലോകം അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല, അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുന്നതാണ്. വളരെ ശക്തിമത്തായ ആക്രമണങ്ങളാൽ അദ്ദേഹത്തിന്റെ സത്യത വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് സത്യം സത്യമായും പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് വന്നിട്ടുള്ള വാഗ്ദത്ത മസീഹാകുന്നു. എന്നെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തുകൊള്ളുക. പക്ഷേ നിങ്ങൾ നിരാകരിച്ചതുകൊണ്ടൊന്നും സംഭവിക്കുന്നതല്ല. അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ ഏതായാലും പൂർത്തിയാകുന്നതാണ്. അള്ളാഹു ബറാഹീനിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സദഖല്ലാഹു വറസൂലഹു വകാന വഅദൻ മഫ്ഊല. അള്ളാഹുവും അവൻ റസൂലും പറയുന്നത് സത്യമാണ്, വാഗ്ദാനം പൂർത്തിയാവുകയും ചെയ്യുന്നതാണ്. ചുരുക്കത്തിൽ വാഗ്ദത്ത മസീഹിന്റെ സത്യസാക്ഷ്യം ലോകത്ത് മുഴുവനും പരക്കുന്നതാണ്. അത് പരക്കേണ്ടതുമാണ്, പരക്കുക തന്നെ ചെയ്യും. കാരണം ആ മഹാത്മാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസ്യത്വത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അത് അവസാനത്തെ ദീനാകുന്നു. അത് അള്ളാഹുവാണ് ഉണ്ടാക്കിയത്. അത് ലോകത്ത് പരക്കുക തന്നെ ചെയ്യും. അതിനെതിർത്താലും ഇല്ലെങ്കിലും ശരി, അതിനെതിർക്കുന്നവർ അവസാനം പരാജയപ്പെടുക തന്നെ ചെയ്യും. ആ മഹാത്മാവ് തുടരുന്നു, ഞാൻ എന്തിനു വന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നമ്മുടെ ഒരുപാട് മുസ്ലിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നു. ആ മഹാത്മാവ് പറയുന്നു, നിങ്ങൾ സ്വയം പറയുക, മുസ്ലിങ്ങളുടെ കർമ്മങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരു വാഗ്ദത്ത പരിഷ്കർത്താവിനെ ആവശ്യപ്പെടുന്നില്ലേ? എന്തിനാണ് വന്നത് എന്ന് മൗലവിമാർ വലിയ ബഹളമുണ്ടാക്കുന്നു. നിങ്ങളുടെ കർമ്മങ്ങൾ തന്നെ ഒന്ന് നോക്കുക.
നിങ്ങളുടെ കർമ്മങ്ങൾ അത് ആവശ്യപ്പെടുന്നില്ലേ? ഇതിന് വിശദീകരിച്ചുകൊണ്ട് മഹാത്മാവ് പറയുന്നു, മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്നവരുടെ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളായിരുന്നുവെങ്കിൽ അതിൻ്റെ സൽഫലങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവർ പറയുന്നത് ഞങ്ങളിൽ ഇസ്ലാമിനെതിരെ എന്ത് കാര്യമാണുള്ളത് എന്നാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നു, നമസ്കാരങ്ങൾ അനുഷ്ഠിക്കുന്നു, നോമ്പിൻ്റെ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഈ കർമ്മങ്ങളൊന്നും സൽക്കർമ്മങ്ങളുടെ വർണ്ണമുള്ളവയല്ല, മറിച്ച് അത് പുറന്തൊലി മാത്രമാകുന്നു. ഒരു ബാഹ്യമായ തോടാണ്, അകക്കാമ്പില്ല. അത് സൽക്കർമ്മങ്ങളായിരുന്നുവെങ്കിൽ അതിൻ്റെ സൽഫലങ്ങൾ എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല? അള്ളാഹു സൽക്കർമ്മങ്ങൾക്ക് സൽഫലങ്ങൾ വെളിപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? മുസ്ലിങ്ങളുടെ അവസ്ഥ പറയാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തൊക്കെയോ ദൗർബല്യങ്ങളും കുറവുകളും കോട്ടങ്ങളും ഉണ്ടെന്നും ഈ കാലഘട്ടത്തിൽ അത് സ്വയം പ്രകടമാവുകയും വ്യക്തമാവുകയും ചെയ്യുന്നില്ലേ? അത് കാരണമാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളും പൂർത്തിയാകാത്തത്. ആ മഹാത്മാവ് പറയുന്നു, സൽക്കർമ്മങ്ങളാകണമെങ്കിൽ അത് എല്ലാത്തരം കുഴപ്പങ്ങളുടെ മാലിന്യത്തിൽ നിന്നും ശുദ്ധമായിരിക്കണം. പക്ഷേ അതെല്ലാം എവിടെയാണുള്ളത്? നമസ്കരിക്കുന്നു എന്നും നോമ്പെടുക്കുന്നു എന്നും പ്രഖ്യാപിക്കുന്നുവെങ്കിലും അവർക്കുള്ളിൽ തഖ്വ അഥവാ ഭയഭക്തിയില്ല. നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും തിന്മകളില്ലേ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. അദ്ദേഹം തുടരുന്നു, കാലഘട്ടം ഒരു വാഗ്ദത്ത പരിഷ്കർത്താവിനെ ആവശ്യപ്പെടുന്നു. ഇന്ന് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും ഉയർത്തുന്നു. ഒരു വാഗ്ദത്ത പരിഷ്കർത്താവ് വേണമെന്ന് ശബ്ദമുയർത്തുന്നു. മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ പരിഷ്കരിക്കാൻ ഒരാൾ വരണമെന്ന് പറയുന്നു. പക്ഷേ അള്ളാഹു ഒരാൾ അയച്ചപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല. തുടരുന്നു, ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികൾ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, അതില്ലെങ്കിൽ മറ്റു മതസ്ഥർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുമല്ലെങ്കിൽ നിർമ്മതവാദികൾ ആക്രമണങ്ങൾ നടത്തുന്നു. മുസ്ലിങ്ങൾ അവരുടെ ആക്രമണ വലയത്തിലാണുള്ളത്. അവർ സ്വയം ദീനിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം അവരെ ശരിയായ മാർഗത്തിൽ നടത്തുന്നതിന് ഒരു വാഗ്ദത്ത പരിഷ്കർത്താവ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അള്ളാഹു ആ വാഗ്ദത്ത പരിഷ്കർത്താവ് ഈ കാലഘട്ടത്തിൽ എന്നെ അയച്ചിരിക്കുന്നു. അദ്ദേഹം തുടരുന്നു, മുസ്ലിങ്ങൾ തങ്ങളുടെ ഇത്തരം ഒരു ചുറ്റുപാടിൽ ഒരു തെളിവുമില്ല എങ്കിൽ പോലും മസീഹ് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ഉന്മാദരെ പോലെ അന്വേഷിക്കേണ്ടതായിരുന്നു. അല്ലാതെ അവർ അവരുടെ വഴക്കുകൾക്ക് വേണ്ടിയല്ല വിളിക്കേണ്ടിയിരുന്നത്. കാരണം ഈ വരാനുള്ള പരിഷ്കർത്താവ് ചെയ്യുന്ന കർമ്മത്തിൻ്റെ പേര് കുരിശുടയ്ക്കുക എന്നതാണ്. മസീഹ് വരുമ്പോൾ ക്രിസ്തീയതയെ നിരാകരിക്കുന്നതാണ്. അദ്ദേഹം നിരീശ്വരവാദികളെ എതിർക്കുന്നതാണ്. അദ്ദേഹം നിർമ്മതവാദത്തെ നിരാകരിക്കുന്നതാണ്. അതാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ളതും. ആ മഹാത്മാവ് ഈ വാദമുന്നയിച്ചു. ഇന്നും അത് തന്നെയാണ് ആവശ്യമുള്ളതും. അതുകൊണ്ട് പറയുന്നു, വരാനുള്ള വ്യക്തിയുടെ പേര് മസീഹ് മഊദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുല്ലാമാർക്ക് മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയും മേന്മയും സമ്മതമായിരുന്നുവെങ്കിൽ നമ്മളോട് ചെയ്യുന്നത് പോലെ ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. അവർ നമുക്കെതിരിൽ ഫത്വ എഴുതിയുണ്ടാക്കി. അവരെന്താണ് നേടിയത്? അള്ളാഹു ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതിനെ ഇല്ലാതാക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയും? നമ്മളെ എതിർക്കുന്ന ആളുകൾ നമ്മുടെ ദാസന്മാർ തന്നെയാണ്. അവർ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കാര്യങ്ങൾ പാശ്ചാത്യ പൗരസ്ഥിതികളിൽ എത്തിക്കുന്നു. ഈ എതിരാളികൾ നിമിത്തവും നമ്മുടെ സന്ദേശം പരക്കുന്നു. നമ്മളുടെ സന്ദേശം പരത്തുന്നതിനുള്ള വലിയൊരു മാർഗം എതിരാളികൾ തന്നെയാണ്. ആയതിനാൽ ഇവർ എത്രമാത്രം ശ്രമിക്കുകയാണെങ്കിലും വാഗ്ദത്ത മസീഹിന്റെ ജമാഅത്ത് നശിപ്പിക്കാൻ സാധ്യമല്ല. ഇവർ എത്ര ശക്തി ചെലുത്തിയാലും അത് പരക്കുന്നതിന് നിമിത്തമാകുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് മഹാത്മാവ് പറയുന്നു, അള്ളാഹു വാത്സല്യനിധിയായ മാതാവിനേക്കാളും വാത്സല്യമുള്ളവനാകുന്നു. അവനൊരിക്കലും തൻ്റെ സൃഷ്ടികൾ നഷ്ടത്തിലാകരുതെന്ന് ആഗ്രഹിക്കുന്നു. അവൻ സന്മാർഗത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും മാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു തരുന്നു. നിങ്ങൾ അവയിലേക്ക് ചുവടുവെക്കുന്നതിന് വേണ്ടി വിവേകപൂർവം ഹൃദയപരിശുദ്ധിയോടുകൂടി ശ്രമിക്കുക. ഭൂമിയെ ഉഴുതുമറിക്കാതെ വിത്ത് വിതയ്ക്കാറില്ല. അതുപോലെ മുജാഹിദയും റിയാസാത്തും, അതായത് ആത്മീയ അത്യുത്ഥാനവും വ്യായാമവും കൂടാതെ മാനസിക പരിശുദ്ധിയും സാധ്യമല്ല. പരിശുദ്ധമായ വിവേകം വാനലോകത്ത് നിന്ന് ഇറക്കപ്പെടുന്നതുമല്ല. ഈ കാലഘട്ടത്തിൽ അള്ളാഹു വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ ദീനിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹായത്തിനും ആത്മാഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെ പ്രസ്തുത പ്രകാശത്തിലേക്ക് ജനങ്ങളെ വിളിക്കുന്നതിന് വേണ്ടി അയച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദീനിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ആവശ്യം വരില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ
ഇന്ന് എല്ലാ സ്ഥലത്തും ഇടത്തു നിന്നും വലത്തു നിന്നും ഇസ്ലാമിനെ ഇല്ലാതാക്കാനുള്ള ചിന്തയിൽ ആക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായി കാണുന്നു. ഇന്നത് നേരത്തേതിലും അധികമായിരിക്കുന്നു. ഇസ്ലാം എതിർക്കപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ വാഗ്ദത്ത മസീഹ് വരേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ നമ്മൾ അദ്ദേഹം വാദമുന്നയിച്ച 136 വർഷങ്ങൾക്ക് മുമ്പുള്ള സാഹചര്യത്തിൽ നിന്ന് ഇന്നുവരെയുമായി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായി കാണുന്നു. ആ മഹാത്മാവ് ഒരിടത്ത് പറയുന്നു, നിങ്ങൾ, അതായത് എതിരാളികൾ, ഇതൊരു വ്യാപാരമാണെന്ന് പറയുന്നു. എനിക്ക് യാതൊരു തരത്തിലുള്ള വ്യാപാരവുമില്ല. വാഗ്ദത്ത മസീഹിന്റെ കർമ്മം ദീനിനെ പരത്തുകയാണ്. അത് ദീനീപരമായ വ്യാപാരമാണ്. ഇനി ആരെങ്കിലും ഇതിന് വ്യാപാരം എന്ന് പേര് നൽകുന്നുവെങ്കിൽ ഈ വ്യാപാരം ദീനീപരമായ വ്യാപാരമാകുന്നു. നിങ്ങൾ എൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിക്കുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക, നാം ഭൗതികമായ മൃതന്മാരെ പോലെയാണ്. ഭൗതികമായ കച്ചവടങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ഉദാഹരണം മൃതന്മാരെ പോലെയാകുന്നു. നമ്മൾ ദീനിനു വേണ്ടി മാത്രമുള്ളവരാണ്. നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലയും ദീനീപരമാണ്. അതാണ് എപ്പോഴും ഇസ്ലാമിൽ മഹാത്മാക്കളുടെയും ഇമാമിങ്ങളുടെയും നിലപാടുണ്ടായിരുന്നത്. നമുക്ക് ഒരു പുതിയ സരണിയുമില്ല, മറിച്ച് ജനങ്ങൾക്ക് വിശ്വാസപരമായി ഉണ്ടായിരുന്ന അപകടകരമായ കാര്യങ്ങളെ ദൂരീകരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപകടകരമായ വിശ്വാസങ്ങൾ ഇല്ലാതാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പിഴുതുമാറ്റാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് പിഴുതുമാറ്റാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യവും ഉദ്ദേശവും അതുമാത്രമേ ഉള്ളൂ. കാരണം ചില തെറ്റായ ആചാരങ്ങളുടെ മാർഗങ്ങൾ ഉണ്ടായിരിക്കുന്നു. ചില തെറ്റായ വിശ്വാസങ്ങൾ ഇസ്ലാമിൽ ഉടലെടുത്തിരിക്കുന്നു. നമ്മൾ അതിൽ നിന്ന് ലോകത്തെയും മുസ്ലിങ്ങളെയും രക്ഷിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാകുന്ന യഥാർത്ഥ ദീൻ നമുക്കിവിടെ നടപ്പാക്കേണ്ടതുണ്ട്. ഇതാണ് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം. അതുപോലെ മറ്റ് മതങ്ങളുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താനുണ്ട്. അദ്ദേഹം പറയുന്നു, മറ്റ് പൊയ് മതങ്ങളുടെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ് എൻ്റെ ആഗമന ലക്ഷ്യം. ഇസ്ലാമിൻ്റെ പ്രകാശത്തെ കാണിക്കുകയാണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനവും മഹാത്മ്യവും ലോകത്ത് സ്ഥാപിക്കുകയാണ് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം. ആ മഹാത്മാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെക്കുറിച്ച് ഒരു സ്ഥലത്ത് പറയുന്നു, ഓർക്കുക, വിശുദ്ധ ഖുർആൻ അയച്ചതിൻ്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിൻ്റെയും ഉദ്ദേശം അള്ളാഹു ലോകത്ത് ഒരു മഹത്തായ അനുഗ്രഹം വെളിപ്പെടുത്തുകയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടുകൂടി ആ മഹത്തായ അനുഗ്രഹത്തിൻ്റെ മാതൃക കാണിക്കപ്പെട്ടു. പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതുപോലെ വിശുദ്ധ ഖുർആൻ അയച്ചതിൻ്റെ ലക്ഷ്യമായി പറയുന്നു, ഹുദൽ ലിൽ മുത്തഖീൻ. ഇതൊക്കെയാണ് ആ മഹത്തായ അനുഭവമായ ലക്ഷ്യങ്ങൾ. അദ്ദേഹം തുടരുന്നു, അള്ളാഹു വിവിധ പ്രവാചകന്മാരിലുണ്ടായിരുന്ന എല്ലാ തികവുകളും തിരുനബിയുടെ അസ്തിത്വത്തിൽ സന്നിവേശിപ്പിക്കണമെന്നും വിവിധ ദൈവിക ഗ്രന്ഥങ്ങളുണ്ടായിരുന്ന എല്ലാ തെളിവുകളും തികവുകളും ശ്രേഷ്ഠതകളും വിശുദ്ധ ഖുർആനിൽ വെക്കണമെന്നും അതുപോലെ മറ്റ് സമുദായങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പരിപൂർണതകളും ഈ ഉമ്മത്തിൽ സമ്മേളിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അള്ളാഹു പ്രസ്തുത തികവുകൾ എല്ലാം നമ്മൾ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ മഹത്തായ തികവുകൾ അവൻ നമുക്ക് നൽകുവാൻ ആഗ്രഹിച്ചപ്പോൾ അതനുസരിച്ച് കഴിവുകളും നമുക്ക് തന്നിട്ടുണ്ടെന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. കാരണം അതനുസരിച്ച് നമുക്ക് കഴിവുകൾ തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും ഒരു സാഹചര്യത്തിലും പ്രസ്തുത നിറവുകൾ പ്രാപിക്കാൻ കഴിയുമായിരുന്നില്ല. ആയതിനാൽ അള്ളാഹു നമുക്ക് കഴിവുകൾ നൽകുകയും അധ്യാപനം നൽകുകയും നമ്മുടെ ലക്ഷ്യം വിവരിച്ചു തരികയും ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ കർത്തവ്യം അത് പ്രാപിക്കുന്നതിന് വേണ്ടി എല്ലാ നിലയ്ക്കും ശ്രമിക്കുക എന്നതാണ്. അദ്ദേഹം പറയുന്നു, ഈ ലക്ഷ്യസാധ്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ലോകത്ത് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ഇതിനുള്ള അധ്യാപനം നൽകിക്കൊണ്ട് അദ്ദേഹം തുടരുന്നു, ഈ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. എന്നെ എതിർക്കുന്നതിന് പകരം എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അധ്യാപനങ്ങളും ന്യായപ്രമാണവും ലോകത്ത് പരത്താൻ കഴിയുക എന്ന് നോക്കുവിൻ. അദ്ദേഹം പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണ പ്രവാചകനാകുന്നു. അള്ളാഹു നമുക്ക് നൽകിയ പ്രവാചകൻ ഖാത്തമുൽ മുഅ്മിനീനും ഖാത്തമുൽ ആരിഫീനും ഖാത്തമുൻ നബീനുമാകുന്നു. അതുപോലെ അദ്ദേഹത്തിന് ഇറക്കപ്പെട്ട ഗ്രന്ഥം ജാമിഉൽ കുത്തുബും ഖാത്തമുൽ കുത്തുബും, എല്ലാം ഉൾക്കൊള്ളുന്ന ശ്രേഷ്ഠ ഗ്രന്ഥമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീനാകുന്നു. ആ മഹാത്മാവിൽ നുബുവത്ത് അവസാനിച്ചിരിക്കുന്നു.
എന്നാൽ കഴുത്തറുത്ത് അവസാനിപ്പിക്കുന്നത് പോലെയല്ല. അത്തരത്തിൽ അവസാനിക്കുന്നത് ഒരിക്കലും അഭിമാനാർഹമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നുബുവത്ത് അവസാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ വിവക്ഷ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നുബുവത്തിൻ്റെ അത്യുന്നതകൾ പരിസമാപ്തി പ്രാപിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് ആദം മുതൽ ഈസ ഇബ്നു മറിയം വരെയുള്ള പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വ്യത്യസ്ത തികവുകൾ, ചിലർക്ക് ചില കാര്യങ്ങളും മറ്റു ചിലർക്ക് മറ്റു കാര്യങ്ങളും നൽകപ്പെട്ടിരുന്നു. അതെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർണ്ണമായും സമ്മേളിച്ചിരിക്കുന്നു. അങ്ങനെ സ്വാഭാവികമായും ആ മഹാത്മാവ് ഖാത്തമുൻ നബിയിനായി. എല്ലാ അധ്യാപനങ്ങളും ഉപദേശങ്ങളും വിവിധ ഗ്രന്ഥങ്ങളിലൂടെ വന്ന ദിവ്യജ്ഞാനങ്ങളും വിശുദ്ധ ഖുർആനിൽ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ വിശുദ്ധ ഖുർആൻ ഖാത്തമുൽ കുത്തുബായി. ആ മഹാത്മാവ് പറയുന്നു, ഇവിടെ ഒരു കാര്യം ഓർക്കണം, എനിക്കും എൻ്റെ ജമാഅത്തിനുമെതിരിൽ ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയിനാണെന്ന് അംഗീകരിക്കുന്നില്ലെന്ന വളരെ വലിയ കറ്റുകെട്ട് ഞങ്ങൾക്കെതിരിൽ പറയുന്നു. എന്നാൽ ഞങ്ങൾ ഏതൊരു ദൃഢബോധ്യത്തോടും ഉൾക്കാഴ്ചയോടും കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയിനാണെന്ന് വിശ്വസിക്കുന്നുവോ, അതിൻ്റെ ലക്ഷ്യത്തിൽ ഒരംശം പോലും മറ്റു ആളുകൾക്കിടയിൽ വിശ്വാസമില്ല. അവർക്ക് അതിനുള്ള കഴിവില്ല. അവർ ഖാത്തമുൻ നബിയിൻ്റെ ഖാത്തമുൻ നുബുവത്തിലുള്ള യാഥാർത്ഥ്യവും ഉത്സാരവും മനസ്സിലാക്കാത്തവരാണ്. അവർ രക്ഷിതാക്കളിൽ നിന്ന് ഒരു വാചകം കേട്ടിരിക്കുന്നു, അതിൽ കവിഞ്ഞ് അതിൻ്റെ യാഥാർത്ഥ്യം അവർക്കറിയില്ല. ഖാത്തമുൻ നുബുവത്ത് എന്താണെന്നോ അതിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ അവർക്കറിയില്ല. എന്നാൽ നാം തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി പ്രഖ്യാപിക്കട്ടെ, അത് സംബന്ധിച്ച് ഞങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബിയിനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് അള്ളാഹു നല്ലപോലെ അറിയുന്നവനാണ്. അള്ളാഹു നമുക്ക് ഖാത്തമുൻ നുബുവത്തിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഒരു പ്രത്യേകത നമുക്ക് ലഭ്യമായിരിക്കുന്നു, അതായത് പ്രസ്തുത ദിവ്യജ്ഞാനത്തിൻ്റെ പാനീയം നമുക്ക് കുടിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യേക ആനന്ദം നമ്മൾ അനുഭവിക്കുന്നു. ഈ നീരുറവയിൽ നിന്ന് പാനം ചെയ്തവർക്കല്ലാതെ അതേപ്പറ്റി ഊഹിക്കാൻ പോലും സാധ്യമല്ല. ചുരുക്കത്തിൽ ഇതാണ് ആ മഹാത്മാവിൻ്റെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും അദ്ദേഹത്തിൻ്റെ സ്ഥാനവും. ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാം വന്നത്. ആ മഹാത്മാവിന് വേണ്ടി തന്നെയാണ് ഈ ജമാഅത്ത് സ്ഥാപിതമായത്. ആ മഹാത്മാവിന് വേണ്ടി അദ്ദേഹം ജമാഅത്തിനോട് ത്യാഗങ്ങൾ ചെയ്യുവിൻ, ഈ സന്ദേശത്തെ ലോകത്ത് പരത്തുവിൻ, ഖാത്തമുൽ അംബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ ലോകത്ത് മുഴുവൻ പരത്തുവിൻ. അദ്ദേഹം ജമാഅത്തിനോട് ത്യാഗങ്ങൾ ചെയ്യുവിൻ, ഈ സന്ദേശത്തെ ലോകത്ത് പരത്തുവിൻ, ഖാത്തമുൽ അംബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീനിനെ ലോകത്ത് മുഴുവനും പരത്തുവിൻ. ലോകത്ത് മുഴുവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭരണം സ്ഥാപിക്കുന്നതുവരെയും ഏകദൈവത്തിൻ്റെ ഭരണം ലോകത്ത് സ്ഥാപിതമാകുന്നതുവരെയും വിശ്രമിക്കരുത് എന്ന് പറയുന്നു. ഇതാണ് വാഗ്ദത്ത മസീഹിൻ്റെ ആഗമന ലക്ഷ്യം. ഇതാണ് ഈ ദീനിൻ്റെ പ്രത്യേകതയും. നമ്മൾ ഈ ദീനിൻ്റെ പ്രാധാന്യവും ബയ്യത്തിൻ്റെ യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടതാണ്. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നവരായി നാം മാറുന്നതാണ്. നമ്മുടെ ബയ്യത്തിൻ്റെ ലക്ഷ്യം നേടുന്നവരായി നാം മാറുന്നതാണ്. നമ്മൾ അല്ലാഹുവിൻ്റെ തൃപ്തിയും സാമീപ്യവും കരസ്ഥമാക്കുന്നവരായി മാറുന്നതാണ്. റമദാനിലെ ദിവസങ്ങളിൽ ദുആകൾ മുഖേനയും നമ്മുടെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും വിശുദ്ധ ഖുർആന്റെ അറിവ് കരസ്ഥമാക്കുന്നതിലൂടെയും കർമ്മപരമായി സന്ദേശം പരത്തുന്നതിലൂടെയും ഈ പ്രവൃത്തിയിൽ നമുക്ക് വിജയം വരിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ നമുക്ക് എത്രയും വേഗം ലോകത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക പാറിപ്പറത്തുവാൻ കഴിയുമാറാകണം. ലോകത്തെ മുഴുവനും ഏകദൈവത്തിൻ്റെ സവിധത്തിൽ തലതാഴ്ത്തുന്നവരാക്കണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അവസാനമായി പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അവരുടെ സാഹചര്യങ്ങളിൽ എളുപ്പമുണ്ടാക്കുമാറാകട്ടെ. നമ്മുടെ എതിരാളികൾ എല്ലാ നിലയ്ക്കും ശക്തി ചെലുത്തിക്കൊണ്ടിരിക്കുന്നു, എല്ലാ നിലയ്ക്കും പ്രയാസങ്ങൾ ഏൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ പള്ളികളുടെയും മറ്റു ചിലപ്പോൾ മിനാരങ്ങളുടെയും പേരിൽ, മറ്റു ചിലപ്പോൾ മെഹ്റാബുകളുടെ പേരിൽ, വേറെ ചിലപ്പോൾ നമസ്കരിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കിട്ടാൻ കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് അവരുടെ ലക്ഷ്യം അഹമ്മദികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടം വരുത്തുകയാണ്. അള്ളാഹു അവരെയെല്ലാം സംരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനു വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവർക്ക് ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. അവരുടെ അവസ്ഥകൾ നന്നാക്കി തീർക്കുമാറാകട്ടെ. അവരോട് കരുണ ചെയ്യുമാറാകട്ടെ. ഫലസ്തീനി മുസ്ലിങ്ങൾക്ക് മേൽ വീണ്ടും ദ്രോഹത്തിനുള്ള പുതിയ ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്.
അള്ളാഹു അവരെയും ദ്രോഹങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കുകയും കരുണ ചൊരിയുകയും ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.